Hey my beautiful, welcome back to my channel. A very special psychic message for you. ഈ സമയം നിങ്ങൾ കേൾക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. Can you guess? ആരാണ് ഈ സമയം നിങ്ങളുടെ കൂടെ ഉള്ളത്? ആരാണ് നിങ്ങളുടെ കൂടെ നടക്കുന്നത്? ആരാണ് നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ആരാണ് നിങ്ങളുടെ ഒരു കമ്പാനിയൻ ഈ ഒരു ടൈമിൽ? So there is something that is with you. ഈ സമയം നിങ്ങൾ കേൾക്കേണ്ട ഒരു മെസ്സേജ് ആണത്. ഓക്കെ, സോ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സോ റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾക്ക് എത്ര ആളുകൾക്ക് ഇങ്ങനത്തെ ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്? കുറച്ച് സമയമായിട്ട് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു പവർ ഉണ്ട്, ഓർ എന്തോ ഒരു പ്രസൻസ് നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഡെഫിനറ്റ്ലി പറയാം ഈ റീഡിങ് കാണുന്നതിന് മുൻപ് തന്നെ. Alright, മൂവ്മെന്റ്, ചോയ്സസ് ആൻഡ് ഡിസിഷൻ. സോ നിങ്ങളുടെ ലൈഫിന്റെ ഇതുപോലത്തെ ചില സിറ്റുവേഷനിലായിരിക്കാം വന്ന് നിൽക്കുന്നുണ്ടായിരിക്കാം. മുന്നോട്ട് പോവേണ്ടതായിട്ടുണ്ട്, ചില ചോയ്സസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ടായിരിക്കണം. അത് ബേസ് ചെയ്ത് നിങ്ങൾ ചില ഡിസിഷൻസ് എടുക്കേണ്ടി വരുന്നുണ്ടായിരിക്കണം. സോ നിങ്ങൾക്ക് ഇറ്റ്സ് ലൈക്ക് ഈവൻ നിങ്ങൾ ലൈഫിലേക്ക് നോക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ലൈഫിൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും, അല്ലെങ്കിൽ കുറച്ച് വഴികൾ നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിരിക്കാം അല്ലെ. ചില തീരുമാനങ്ങൾ എടുക്കേണ്ട സിറ്റുവേഷൻ ആയിരിക്കാം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ടായിരിക്കണം. സോ അവിടുന്ന് നിങ്ങൾക്കറിയാം നിങ്ങളുടെ മുന്നിൽ ഒന്നിലധികമോ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ചില സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു പവർ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് ഇതുപോലുള്ള നിങ്ങളുടെ കൺഫ്യൂഷൻസ് ആയിരിക്കാം, മുന്നോട്ട് നിങ്ങളെ കൊണ്ടുവരാൻ, മുന്നോട്ട് നിങ്ങളെ ലീഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ക്ലാരിറ്റി തരാൻ ശ്രമിക്കുന്ന ചില എനർജീസ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, മെയിൻ ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും തീരുമാനം എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ സറൗണ്ടിങ് ഒബ്സർവ് ചെയ്യുക, നിങ്ങളുടെ ലൈഫിൽ കാണുന്ന കാര്യങ്ങൾ ട്രസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്ക് വേണ്ട ആൻസർ നിങ്ങൾക്ക് ഏതൊക്കെയോ രീതിയിൽ നിങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റഡ് ആവുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എസ്പെഷ്യലി ഈ സമയം നിങ്ങൾക്ക് കൂടുതൽ ഹെൽപ്പ് കിട്ടുന്നത് നിങ്ങളെ മുന്നോട്ട് ലീഡ് ചെയ്യാനും നിങ്ങളുടെ ചില തീരുമാനങ്ങൾ എടുക്കാനും ഈ സിറ്റുവേഷൻ നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പവർ നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, റൈറ്റ്. ഈ സമയത്ത് നിങ്ങളുടെ ലൈഫിന്റെ എന്ത് സിറ്റുവേഷനും കൂടെ പോകുന്ന ആളുകളായിക്കോട്ടെ, ഈ സമയത്ത് നിങ്ങൾ പ്രിഫർ ചെയ്യേണ്ടത് പുതിയ കാര്യങ്ങൾ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. ഓക്കെ, പഴയ കാര്യങ്ങള്, പഴയ സിറ്റുവേഷൻ, പഴയ ആളുകള് നിങ്ങളെ ഒരുപാട് കൺഫ്യൂസ് ആക്കി വെക്കുന്നുണ്ടെങ്കിലും നിങ്ങളെ മുന്നോട്ട് പോവാൻ സമ്മതിക്കാതെ നിർത്തുന്ന ചില ആളുകൾ ഉണ്ടായിരിക്കണം ലൈഫിൽ അല്ലെ. ചില റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം, ചില ലൈഫ് സിറ്റുവേഷൻ ആയിരിക്കാം. റൈറ്റ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു വഴിമുടക്കിയായിട്ട് നിൽക്കുന്ന ചില സിറ്റുവേഷൻ ഉണ്ടായിരിക്കണം ഇതുപോലെ. റൈറ്റ്, സോ ആ ഒരു പ്ലേസിൽ നിങ്ങൾ ഡിഫറെന്റ് ആയിട്ടുള്ള വഴികളിലേക്കാണ് കൂടുതൽ കണക്ട് ചെയ്യേണ്ടത്. അതായത് എവിടെ നിങ്ങൾക്ക് സീറോന്ന് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുമോ, എവിടെ നിങ്ങൾക്ക് ഒന്നുമില്ലാത്ത പ്ലേസിൽ നിന്ന് ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുമോ, അങ്ങനത്തെ ഒരു ഹെൽപ്പാണ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ സമയം ഉണ്ടാവുന്നത്. ഓക്കെ, നിങ്ങള് കൂടെ ഉണ്ടാവുന്ന ഒരു പവർ നിങ്ങളെ കൂടുതൽ ഗൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നതും പുതിയ പാത്ത് നിങ്ങൾ തെരഞ്ഞെടുക്കാനും കൂടെ വേണ്ടിയിട്ടാണ്. ഓൾറൈറ്റ്, ചില ആളുകൾ ഓൾറെഡി നിങ്ങളുടെ ലൈഫിന്റെ ഒരു പുതിയൊരു ഘട്ടത്തിലേക്ക് വരാൻ ശ്രമിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കണം അല്ലെ. സോ അവിടെ നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കണം. എക്സാംസ് ആയിരിക്കാം, ഓർ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആദ്യമായിട്ട് എടുക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ, ജോബോ റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ റീലൊക്കേഷൻ ആയിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ചില ഹെൽത്ത് സിറ്റുവേഷൻ ആയിരിക്കാം. റൈറ്റ്, സോ റിലേറ്റ് ചെയ്യുക. എന്തൊരു കാര്യം നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യാനുള്ള ഒരു പ്രിപ്പറേഷനിലാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അവിടെ നിങ്ങൾക്ക് എന്തൊക്കെ കൺഫ്യൂഷൻസ് ഉണ്ടോ അതിനൊക്കെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആരാണ് നിങ്ങളുടെ കൂടെ നടക്കുന്നത്, ആരാണ് നിങ്ങൾ ഇങ്ങനെ ഗൈഡ് ചെയ്യുന്നത്? വി നീഡ് ടു നോ ദാറ്റ്. റൈറ്റ്, സോ പ്രോബബ്ലി നിങ്ങൾക്ക് ആരും കാണാൻ സാധിക്കുന്നുണ്ടാവില്ല. പ്രോബബ്ലി ഈ ഒരു സമയത്ത് നിങ്ങൾ നേച്ചർ ആയിട്ടായിരിക്കും കൂടുതൽ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, അതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, സോ നേച്ചറായിട്ട് കണക്ട് ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങൾ പ്രകൃതിയിലേക്ക് ഇറങ്ങി വരിക എന്നുള്ളതല്ല. നേച്ചറാണ് നിങ്ങളുടെ അടുത്ത് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതായത് നിങ്ങളുടെ സറൗണ്ടിങ്ങിലുള്ള കാര്യങ്ങൾ, ഈവൻ നിങ്ങൾ കാണുന്ന ക്ലൈമറ്റ് ആയിരിക്കാം, ആകാശമായിരിക്കാം, അല്ലെങ്കിൽ ഭൂമിയിൽ നിങ്ങൾ കാണുന്ന പല പല സിറ്റുവേഷൻ ആയിരിക്കാം, ചെടികളായിരിക്കാം, മരങ്ങളായിരിക്കാം. നാച്ചുറലി നിങ്ങൾ ഇതുപോലെ കാണുന്ന കാര്യങ്ങളാണ് നിങ്ങളടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അത് മേ ബി നിങ്ങൾക്കത് റിലേറ്റ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന പല മെസ്സേജസും, ഏഞ്ചൽ മെസ്സേജ്, സ്പിരിറ്റിൽ നിന്നുള്ള മെസ്സേജ് ഒക്കെ നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് എന്നുള്ള മെസ്സേജ് ഒക്കെ നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യുന്നത് പ്രകൃതിയുമായിട്ട് കണക്റ്റഡ് ആയിട്ടായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ അടുത്ത് അങ്ങനെയായിരിക്കാം
ആ ഒരു പവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഈവൻ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിലും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുന്ന സമയത്ത് പ്രകൃതി നിങ്ങളുടെ അടുത്ത് വലിയൊരു രീതിയിലുള്ള ഒരു അടുപ്പം കാണിക്കും, അല്ലെങ്കിൽ ഒരു നിങ്ങൾ സേവ് ചെയ്യും പല സിറ്റുവേഷനിൽ വരുന്ന സമയത്ത്. ഓക്കെ, നല്ല മഴ ഉള്ള സമയത്ത് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നേച്ചർ പെരുമാറുന്നതായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങളായിരിക്കാം റിലേറ്റ് ചെയ്യാം നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. ഓക്കെ, ഹൂസ് ബിഹൈൻഡ് യു, ഇതുപോലത്തെ ചില കാര്യങ്ങൾ കാണുന്ന സമയത്ത് അത് പ്രോബബ്ലി നിങ്ങൾക്ക് കുറച്ച് പേടി ഉണ്ടാക്കുന്ന കാര്യങ്ങളായിരിക്കാം, അല്ലെ? മനുഷ്യന്മാരൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് വിട്ടു നിന്ന്, അല്ലെങ്കിൽ നിങ്ങൾ യൂഷ്വൽ ആയിട്ട് ഇത്ര കാലം കണക്ട് ചെയ്തിട്ടുള്ള ഒരു സറൗണ്ട് ഒക്കെ മാറി നിങ്ങൾ കൂടുതൽ നിങ്ങൾ ഇതുവരെ കണക്ട് ചെയ്യാത്ത ചില ഇതുപോലെ സൈക്കിക് ആയിട്ടുള്ള ചില ലൈഫ് സിറ്റുവേഷനിൽ കൂടി ആയിരിക്കാം നിങ്ങൾ പോകുന്നുണ്ടായിരിക്കുക. സോ അത് പ്രോബബ്ലി ലൈക്ക് നിങ്ങൾ ഇതുവരെ യൂസ്ഡ് ആയിട്ടുണ്ടാവില്ല. മേ ബി നിങ്ങൾ വളരെ റീസെന്റ് ആയിട്ടായിരിക്കാം ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടായിരിക്കുക. ഇതുപോലെ ഒരു തിരിച്ചറിവ്, ഇതുപോലെ ഒരു അവേക്കനിങ് നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കുന്നുണ്ടായിരിക്കും, അല്ലെ? സോ അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരാൻ ഒരുപാട് പേടി ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ടാവുന്നുണ്ട്, റൈറ്റ്? ചില കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത്, ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത്, റൈറ്റ്? അതായത് നിങ്ങൾക്ക് ചില സമയത്ത് ഒരു മെന്റൽ കോൺഫ്ലിക്റ്റ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ആരുടെ അടുത്തെങ്കിലും പറയാൻ വിചാരിക്കുന്ന സമയത്ത് ആളുകൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, ഇനി പറഞ്ഞാലും ആളുകൾക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഓക്കെ, അല്ലെങ്കിൽ പ്രോബബ്ലി ലൈക്ക് നിങ്ങൾക്ക് വേണ്ട ഇങ്ങനത്തെ ഒരു ജേർണി നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലും ഉണ്ടായിരിക്കില്ല, അല്ലെ? നിങ്ങൾ മാത്രമുള്ള അല്ലെങ്കിൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ലൈഫ് ജേർണിയിൽ കൂടി ആയിരിക്കും നിങ്ങൾ പോകുന്നുണ്ടായിരിക്കും. അത് പ്രോബബ്ലി നിങ്ങൾക്ക് വളരെ വിയേർഡ് ആയിട്ട് തോന്നുന്നുണ്ടായിരിക്കണം. ഇതെന്താ ഇങ്ങനെ? മേ ബി ലൈക്ക് നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിട്ടായിരിക്കാം ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കാൻ. സി എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഒരു ഹാൻഡ് വരുന്നത്? മേലെ നിന്നാണ് നിങ്ങൾക്കൊരു ഹാൻഡ് വരുന്നത്. നിങ്ങളുടെ മേലെ നിന്നാണ് നിങ്ങൾക്കൊരു ഹാൻഡ് വരുന്നത്, സപ്പോർട്ട് വരുന്നത്. നിങ്ങളുടെ മേലെ നിങ്ങളെ കാണുന്നൊരു പവർ ഉണ്ട്. ആരുമായിരിക്കാം, ഓക്കെ? യൂണിവേഴ്സ്, നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ പറയുന്ന യൂണിവേഴ്സ് ആയിരിക്കാം, ഓർ നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ശക്തി ആയിരിക്കാം, നിങ്ങളുടെ പവർ. ഓൾറൈറ്റ്, നിങ്ങളുടെ എന്തെങ്കിലും സൈക്കിക് പവർ ആയിരിക്കാം, നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ്, നിങ്ങളുടെ സ്പിരിറ്റ്. ചില ആളുകൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സൈക്കിക് എക്സ്പീരിയൻസ് ഉണ്ടാവുന്നുണ്ട്. അതാണ് നിങ്ങൾക്ക് കുറച്ചൊരു സ്ട്രഗിൾ ഉണ്ടായിരിക്കും ഈ ഒരു ടൈമില്. ഓക്കെ, നിങ്ങൾക്ക് സന്ദേശങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ആൻഡ് അഗൈൻ സി എങ്ങനെയാണ് മെസ്സേജ് പാസ് ചെയ്യുന്നത് എന്നുള്ളത്. ഓൾറൈറ്റ്, നിങ്ങൾ അവിടെ ചില ആളുകൾ വളരെ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, ചില ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു പവർ നമ്മളെടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഡയറക്റ്റ് ആയിട്ടല്ല, അല്ലെ? ഇതുപോലുള്ള പല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലായിരിക്കും നമ്മളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഏഞ്ചൽ നമ്പർ, ക്ലൈമറ്റിൽ കാണിക്കുന്ന മാറ്റങ്ങൾ, ആകാശത്ത് നമ്മൾ കാണുന്ന മാറ്റങ്ങൾ, ഓക്കെ, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, സോ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇതുപോലെ വളരെ കുറച്ച് കാര്യത്തിൽ മാത്രം നമ്മൾ കണക്ട് ചെയ്യുന്ന കാര്യമല്ല. പല രീതിയിൽ പ്രകൃതി നിങ്ങൾക്ക് അത്ര സൈൻ തരുന്നുണ്ട്, നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഹാൻഡ് ഉണ്ടാവുന്നുണ്ട്, സപ്പോർട്ട് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളിലേക്ക് മെസ്സേജ് പാസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ചില ആളുകൾക്ക് പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. മേ ബി അത് നിങ്ങൾ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യുന്നോണ്ടായിരിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. ആരുടെ അടുത്താണ് ചോദിക്കേണ്ടത്? നിങ്ങൾ സ്വയം ചോദിക്കാം. എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം കാണുന്നത്? എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത്? എങ്ങനെയാണ് ഞാൻ ഇങ്ങനത്തെ ഒരു പ്ലേസിൽ നിന്ന് പുറത്തേക്ക് വരേണ്ടത്? എങ്ങനെയാണ് ഞാൻ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്? എനിക്കുള്ള റൈറ്റ് മെസ്സേജ് എന്താണ്? വെൻ യു ആസ്ക്, നിങ്ങൾക്ക് വേണ്ട റൈറ്റ് ആൻസർ അവിടുന്ന് നിങ്ങൾക്ക് കിട്ടും. അതെങ്ങനെയെന്നുള്ളതല്ല, പക്ഷെ നിങ്ങൾക്കത് കിട്ടിയിരിക്കും. അവിടെ ഒരു കോൺവെർസേഷൻ നടക്കുന്നുണ്ട്, നിങ്ങളടുത്ത് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ചില ആളുകൾ ബ്യൂട്ടിഫുള്ളി സംസാരിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, അഗെയിൻ ഇത് നിങ്ങൾ കൺഫർമേഷൻ ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. നേച്ചർ എത്രമാത്രം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, മണ്ണ് നിങ്ങൾ എത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എർത്ത്. അഗെയിൻ നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ നിലനിൽപ്പാണ്. ബേസ് ചക്ര, നിലനിൽപ്പ്, അടിത്തറ. ഓക്കെ, സോ നിങ്ങൾക്കൊരു മിഷൻ ഉണ്ട് നിങ്ങളുടെ ലൈഫില്. ചില ആളുകൾക്ക് നിങ്ങൾക്ക് അറിയാം, അല്ലെ? നിങ്ങളുടെ ലൈഫില് ഏറ്റവും വലിയൊരു മെഷനിലായിരിക്കും നിങ്ങൾ നിൽക്കുന്നുണ്ടായിരിക്കാം. എന്തോ ഒരു കാര്യം നിങ്ങൾ ചെയ്ത് തീർക്കാൻ, പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം. ചില ആളുകൾക്ക് ചില നഷ്ടങ്ങൾ ഉണ്ടാവോ, ഭൂമി റിലേറ്റഡ് ആയിട്ടുള്ള ചില നഷ്ടങ്ങൾ ഉണ്ടാവോ, അല്ലെങ്കിൽ ഭൂമിയിൽ നിങ്ങൾ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? വീടായിരിക്കാം. പ്രകൃതിയുടെ അടുത്തൊക്കെ നിങ്ങൾ വളരെ സോഫ്റ്റ് ആയിട്ട്, ജെന്റിൽ ആയിട്ട് നിങ്ങൾ ബിഹേവ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നത്.
ചില ആളുകൾ അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാനും അല്ലെങ്കിൽ ഈ ഒരു പവറുമായിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോൺവെർസേഷനിലേക്ക് വരാനും നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ നേച്ചറിലേക്ക് ഇറങ്ങി വരിക. പ്ലാന്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ളതോ ചെടികളൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിലേക്കൊക്കെ നിങ്ങൾ കൂടുതൽ ഇൻവോൾവ് ആവുക. ഓക്കെ, കൃഷി അല്ലെങ്കിൽ മണ്ണുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതോ ഒക്കെ അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടാവും എന്നുള്ളതല്ല. അതിന് നിങ്ങൾക്ക് മാനസികപരമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ അല്ലെങ്കിൽ സൈക്കിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അതിലൂടെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സ്പിരിച്വൽ ആയിട്ടുള്ള ചേഞ്ചസ് നിങ്ങൾക്ക് അതിലൂടെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഈവൻ നിങ്ങൾ കഴിക്കുന്ന ഫുഡ് ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ പ്രകൃതിയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന അല്ലെങ്കിൽ വളരെ ഫലപുഷ്ടമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം നിങ്ങൾ ഫീഡ് ചെയ്യുന്നതും. ഓക്കെ, അത് ഈവൻ ലൈക്ക് നിങ്ങൾ ഇന്റൻഷനലി ചെയ്യുന്ന കാര്യങ്ങൾ ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങളുടെ ലൈഫിൽ നാച്ചുറലി സംഭവിക്കുന്ന മാറ്റങ്ങളായിരിക്കാം. ഓൾ ഓഫ് സഡൻ നിങ്ങൾ കഴിക്കുന്ന ഒരു ഹാബിറ്റ്സിൽ മാറ്റങ്ങൾ വരിക, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് കഴിക്കുന്നു അതിൽ മാറ്റങ്ങൾ വരിക. ചില ആളുകൾ ഓൾ ഓഫ് സഡൻ നിങ്ങൾ നോൺ വെജിറ്റേറിയൻ ഒക്കെ ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഓൾ ഓഫ് സഡൻ നിങ്ങൾ വെജിറ്റേറിയനിലേക്ക് മാറുന്നതായിരിക്കാം, സസ്യബുക്കാവുന്നതായിരിക്കാം നിങ്ങൾ. അതായത് നേച്ചർ ഫ്രണ്ട്ലി, എത്രമാത്രം നിങ്ങൾക്ക് നേച്ചറുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുമോ അങ്ങനത്തെ പല മാറ്റങ്ങളും നിങ്ങളുടെ ലൈഫിന്റെ പല ഏരിയാസിലായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എന്താ വേണ്ടതെന്നുള്ളത് നിങ്ങൾ ചോദിക്കാം. ഓക്കെ, ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും പേടി നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ആവശ്യമില്ല. ചില കാര്യങ്ങളൊക്കെ അകന്നിങ്ങനെ പോകുന്നുണ്ടായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ വരുന്ന സമയത്ത് ഒരാളും അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനും നിങ്ങൾ അടുത്തേക്ക് വരില്ല. നിങ്ങൾ പോകുന്ന വഴി നിങ്ങളൊരു വഴി ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത് പോലെ, ആന പോകുന്ന വഴി, ആന നടക്കുന്നിടത്ത് പുതിയ വഴികൾ ഉണ്ടാവും എന്ന് പറയും അല്ലെ. നിങ്ങളുടെ ഒരു സിറ്റുവേഷനും അങ്ങനെയാണ്. നിങ്ങൾ നടക്കുന്ന സ്ഥലത്ത് ചില ചരിത്രങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പുതിയ വഴികള് അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് വഴികാട്ടിയായിട്ട് വരാനുള്ള സാധ്യത നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് സി, ഏയ് കം ഓൺ, who's with you? Solitude and universe. അവിടെ വേറൊരാളും ഇല്ല. സോളിറ്റ്യൂഡ്, നിങ്ങൾ മാത്രമാണ് അവിടെ. നിങ്ങൾ മാത്രം പഠിക്കുകയാണ്. എങ്ങനെയാണ് നോക്കൂ, നിങ്ങൾ എത്ര ഫ്രഷ് ആയിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നത്, എത്ര ഡെഡിക്കേറ്റഡ് ആയിട്ടാണ്, എത്ര ഫോക്കസ്ഡ് ആയിട്ടാണ് നിങ്ങൾ ഈ ഒരു സമയത്ത് കണക്റ്റഡ് ആവുന്നത്. ആരാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്? യൂണിവേഴ്സ്. Oh my God, it's such a powerful reading. നിങ്ങൾ അത്ര പ്രൊട്ടക്റ്റഡ് ആക്കുകയാണ്. ആൻഡ് സീ ദിസ് പിക്ചർ. ഒരു സ്ട്രോങ് മദർലി എനർജി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. സ്ട്രോങ് ഫെമിനിൻ എനർജി. ഒരു അമ്മേനെ പോലെയാണ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് അമ്മേനെ പോലെയോ അല്ലെങ്കിൽ അമ്മയുടെ സ്ഥാനത്തുള്ള അല്ലെങ്കിൽ അമ്മേനെ പോലെ കാണുന്ന ചില ആളുകൾ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് ഓർ ആ ഒരു സ്ട്രോങ് ഫെമിനിൻ എനർജിയാണ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. മദർലി എനർജിയാണ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു അഫർമേഷൻ എന്ന് പറയുന്നത് ഐ എം എ സ്പെഷ്യൽ ചൈൽഡ് ഓഫ് ദ മദർ യൂണിവേഴ്സ്. ഞാൻ ഈ പ്രപഞ്ചത്തിന്റെ മകളാണ് എന്ന് പറയാം. വളരെ പവർഫുൾ ആയിട്ടുള്ള മെസ്സേജ് ആണ്. ഞാൻ ഈ ഒരു സിറ്റുവേഷൻ ട്രസ്റ്റ് ചെയ്യുന്നു, ഞാൻ ഡിവൈൻലി ഗൈഡഡ് ആണ്, ഞാൻ സേഫ് ആണ്, പ്രൊട്ടക്റ്റഡ് ആണ്. ഈ യൂണിവേഴ്സിലെ ഏറ്റവും സേഫസ്റ്റ് പ്ലേസ് എന്താണ്? അത് അമ്മയുടെ കൈകളാണ് അല്ലെ. ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? അല്ലെങ്കിൽ ഒരു അമ്മ കുട്ടീനെ അത്രയും നോക്കുന്നത് പോലെ വേറൊരാൾക്കും നോക്കാൻ സാധിക്കില്ല, അത്ര കെയറോട് കൂടിയിട്ട്. അല്ലെങ്കിൽ വേറൊരാൾക്കും ഒരു കാര്യം നോക്കാൻ സാധിക്കില്ല. റൈറ്റ്? സോ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു പ്രൊട്ടക്ഷൻ ആണ് ഈ ഒരു ടൈമിൽ ഉണ്ടാവുന്നത്. സോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ അങ്ങനെ നോക്കുന്ന ആ ഒരു പവർ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് മോശം വരാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ സംഭവിക്കട്ടെ എന്ന് പറയോ? നിങ്ങൾ സങ്കടപ്പെടട്ടെ എന്ന് പറയോ? നിങ്ങൾക്ക് കഷ്ടപ്പാട് തന്നെ വേണം എന്നുള്ളത് പറയോ? അല്ല, നിങ്ങൾ പോകുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കണം. പക്ഷെ അവിടെ നിങ്ങൾ പ്രശ്നത്തിലേക്ക് നോക്കാതെ അവിടെ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് ഉണ്ടാവുന്നോ, എങ്ങനെ ആ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നോ, അതാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. എനിക്ക് ആ ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ട്, ഞാൻ മദർ യൂണിവേഴ്സിന്റെ ഒരു സ്പെഷ്യൽ കിഡ് ആണ് എന്ന് കരുതി ഒരു പ്രശ്നവും ഇല്ലാണ്ട് വെറുതെ നമ്മളെ ഒരു സൈഡിൽ കൊണ്ട് ഒരു പണി എടുപ്പിക്കാണ്ട് ഇരുത്താനൊന്നും പോകുന്നില്ല. ലൈഫിൽ പോകേണ്ട ടഫസ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൂടെ നമ്മൾ പോകണം. പക്ഷെ അവിടുന്ന് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ ആളുണ്ട്, അവിടെ വീഴ്ത്തില്ല നമ്മളെ. ആ ഒരു കോൺഫിഡൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. സോ അവിടെ എന്ത് റൈറ്റ് ആയിട്ട് കൊണ്ടുവരണം, എന്ത് മാറ്റി വെക്കണം എന്നുള്ളത് ആർക്കറിയാം? നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു പവറിന് അറിയാം. ഓക്കെ, സോ ചില കാര്യങ്ങൾ സംഭവിക്കുന്ന സമയത്ത് അത് ഒരു നഷ്ടമായിട്ടോ അല്ലെങ്കിൽ അത് തെറ്റായിട്ടോ അല്ല നിങ്ങൾ കാണേണ്ടത്.
എന്തിന് എന്റെ ലൈഫിൽ ഇങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നല്ലോ, പിന്നെ എന്തിന് എന്റെ ലൈഫിൽ ഇങ്ങനെ തന്നു എന്നൊക്കെ ചോദിക്കുന്ന കുറെ ആളുകളുണ്ട് അല്ലെ. ഇതല്ലെങ്കിൽ പിന്നെ എന്തിന് എന്റെ ലൈഫിൽ ഈ ഒരു കാര്യം കൊണ്ട് തന്നു. വന്നതിന് ഓരോരോ കാര്യങ്ങളുണ്ട്, അത് പഠിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ, സോ റിപ്പീറ്റ് ആഫ്റ്റർ മീ. ഐ എം എ സ്പെഷ്യൽ ചൈൽഡ് ഓഫ് ദ മദർ യൂണിവേഴ്സ്. ഓൾറൈറ്റ്, സോ നിങ്ങൾ എവിടെ നിൽക്കണം, എവിടെ നിന്ന് മാറി നിൽക്കണം ഒക്കെ ആ ഒരു അമ്മയ്ക്ക് അറിയാം. ഓക്കെ, ആ ഒരു പവറിന് അറിയാം. സോ ചില പ്ലേസിൽ നിങ്ങൾ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അത് വേണം, അങ്ങനെ മാറി നിൽക്കേണ്ടതായിട്ടുണ്ട്. ചില ആളുകൾക്ക് ലൊക്കേഷൻ ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, വീട് മാറാനോ ആളുകളുടെ ലൈഫിൽ നിന്ന് മാറാനോ പ്ലേസ് മാറാനോ ഒക്കെ ഉള്ള പോസിബിലിറ്റി ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ റിലേറ്റ് ചെയ്യുക. വളരെ പവർഫുൾ ആയിട്ടുള്ള റീഡിങ്. ഓക്കെ, ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിങ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ് ടേക്ക് കെയർ. ആൻഡ് ഇത് എത്രമാത്രം നിങ്ങളുടെ ലൈഫിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്നുള്ളത് പറയാൻ നിങ്ങൾ മറക്കരുത്. ഓക്കെ, സോ ഹാവ് എ ഗുഡ് നൈറ്റ് ഗൈസ്.